കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായില്ല. ഇതൊരു ലെങ്തി ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഈ ലാമിന ഹാസ് ദി ഷേപ്പ് ഓഫ് ദി റീജിയൻ ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ് ബോണ്ടഡ് ബൈ ദി ഗ്രാഫ് y ഈക്വൽ ടു സൈൻ എക്സ്, y ഈക്വൽ ടു സൈൻ എക്സ് ആൻഡ് y ഈക്വൽ ടു കോസ് എക്സ്, x ഈക്വൽ ടു 0 ആൻഡ് x ഈക്വൽ ടു π/4. ഈ രണ്ട് ലൈനും ഈ രണ്ട് കർവും ബോണ്ട് ചെയ്യുന്ന റീജിയൻ ആയിരുന്നു നമ്മുടെ റീജിയൻ അല്ലേ. എന്നാൽ y ഈക്വൽ ടു സൈൻ എക്സ്, ദാറ്റ് ഈസ് നമുക്കറിയാം സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും ഗ്രാഫ് വളരെ കൃത്യമായിട്ട് വരയ്ക്കാൻ നമുക്കറിയാം അല്ലേ. ദാറ്റ് ഈസ് 0 y കോസ് എക്സ് ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ കർവ്, ദാറ്റ് ഈസ് ഇങ്ങനെയാണ് നമ്മുടെ കർവ്. ഇനി y ഈക്വൽ ടു സൈൻ എക്സ് ആണെങ്കിൽ ഇതാണ് നമ്മുടെ കർവ് അല്ലേ, π/2 1 എത്തും. ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ കർവ്. ഓക്കെ, ദാറ്റ് ഈസ് x ഈക്വൽ ടു π/4 ഈ ഒരു ലൈനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റീജിയൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ട സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ നമുക്കറിയാം, x ബാർ ഈക്വൽ ടു, ഇതാണ് സെന്റർ ഓഫ് മാസ്, ദാറ്റ് ഈസ് x ബാർ y ബാർ, കോർഡിനേറ്റ് ഓഫ് ദി സെന്റർ ഓഫ് മാസ്. x ബാർ കണ്ടുപിടിക്കുന്നത് ദാറ്റ് ഈസ് my ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് m, അതുപോലെ തന്നെ y ബാർ ഈക്വൽ ടു mx ഡിവൈഡഡ് ബൈ m അല്ലേ. ഇതിലെ രണ്ട് ടേം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തേത് m നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, m ഈക്വൽ ടു 1/4 എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതുപോലെ തന്നെ my ഈക്വൽ ടു π-2/16 ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. therefore x ബാർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി y ബാർ കണ്ടുപിടിക്കണമെങ്കിൽ mx അറിയണം അല്ലേ. ദാറ്റ് ഈസ് എന്താണ് mx my പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, that is moment about y axis, moment about x axis. that is എന്താണ് mx ന്റെ ഇക്വേഷൻ, mx equal to double integral over r y into rho of xy into dA. ഇവിടെ rho of xy യും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, that is density function തന്നിട്ടുണ്ട്, that is y ആയിരുന്നു അല്ലേ. therefore double integral y square into dA, that is dx dy. ഇവിടെ y യുടെ ലിമിറ്റ് sin x ൽ നിന്ന് cos x ലേക്ക് വാരി ചെയ്യുന്നു, x ന്റെ ലിമിറ്റ് 0 ൽ നിന്ന് π/4 വരെ വാരി ചെയ്യുന്നു. therefore നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് കൊടുക്കാം, that is double integral y square into dx dy, that is x ന്റെ ലിമിറ്റ് 0 മുതൽ π/2, നെക്സ്റ്റ് y യുടെ ലിമിറ്റ് that is cos താഴത്തെ കർവ് sin x അല്ലേ, that is sin x to cos x. ഓക്കെ, നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, കോൺസ്റ്റന്റ് ലിമിറ്റ് ആണോ പുറത്ത്, അതോ അകത്ത് ആണോ കോൺസ്റ്റന്റ് ലിമിറ്റ്, പുറത്ത് ഫംഗ്ഷൻ ലിമിറ്റോ ആണെങ്കിൽ ചേഞ്ച് ചെയ്യണം. ഇത് രണ്ടും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഇന്റർചേഞ്ച് ചെയ്യണം അല്ലേ. ദാറ്റ് ഈസ് 0 to π/4, 0 to π/4, ദാറ്റ് ഈസ് ഇന്റഗ്രൽ sin x to cos x y square into നെക്സ്റ്റ് dy dx. ഓക്കെ, ഇനി നമുക്ക് വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/4. കഴിഞ്ഞ ക്ലാസ് നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എവിടെ ഒരു മിസ്റ്റേക്ക് വന്നതുകൊണ്ട് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞതാണ്. ദാറ്റ് ഈസ് y³ / 3 അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും, ദാറ്റ് ഈസ് sin x cos x, നെക്സ്റ്റ് dx എന്ന് വരും അല്ലേ. ദാറ്റ് ഈക്വൽ ടു 1/3 നമുക്ക് പുറത്തേക്ക് എടുക്കാം. 1/3 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1/3 ഇൻറ്റു ഇന്റഗ്രൽ 0 to π/4, നെക്സ്റ്റ് cos ക്യൂബ് x മൈനസ് sin ക്യൂബ് x ഇൻറ്റു dx, ഇങ്ങനെ എഴുതേണ്ടി വരും അല്ലേ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 1/3 ഇൻറ്റു നെക്സ്റ്റ് ഇന്റഗ്രൽ 0 to π/4 നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. സോറി, കോസ് ക്യൂബ് x നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, cos x ഇൻറ്റു cos സ്ക്വയർ x എന്ന് എഴുതാം അല്ലേ, മൈനസ് സൈൻ ക്യൂബിനെയും അതേപോലെ sin x ഇൻറ്റു സൈൻ സ്ക്വയർ x എന്ന് എഴുതാം അല്ലേ, ദാറ്റ് ഈസ് ഇൻറ്റു dx. that is this equal to 1/3 integral 0 to π/4. നെക്സ്റ്റ് cos x സ്ക്വയറിനെ നമുക്ക് എന്ത് ചെയ്യാം, 1 മൈനസ് നമുക്ക് അറിയുന്ന സിമ്പിൾ റിസൾട്ട് ആണ് sin സ്ക്വയർ x പ്ലസ് cos സ്ക്വയർ x ഈക്വൽ ടു 1. ഫ്രം ദിസ് cos സ്ക്വയർ x നമുക്ക് എന്ത് ചെയ്യണം, that is cos x ഇൻറ്റു 1 മൈനസ് cos സ്ക്വയർ sin സ്ക്വയർ x എന്ന് എഴുതാം അല്ലേ. അറിയുന്ന റിസൾട്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, 1 മൈനസ് sin സ്ക്വയർ x എന്ന് എഴുതാം. നെക്സ്റ്റ് മൈനസ് sin x ഇൻറ്റു നെക്സ്റ്റ് sin സ്ക്വയർ x നമുക്ക് എന്ത് എഴുതാം, 1 മൈനസ് cos സ്ക്വയർ x എന്ന് എഴുതാം അല്ലേ. that is this into dx.
ഇതിനു വേണ്ടി എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റിസൾട്ട് നമ്മുടെ കയ്യിലില്ല അല്ലേ. therefore നമുക്ക് ഇതും ഇവാലുവേറ്റ് ചെയ്യണം, ഇതിനും ഇവാലുവേറ്റ് ചെയ്യണം. ഞാൻ 1/3 വേണമെങ്കിൽ അകത്തോട്ട് എടുക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇവാലുവേറ്റ് ചെയ്തതിനെ നമുക്ക് എന്ത് ചെയ്യാം 1/3 കൊണ്ട് ഇൻഡ് ചെയ്യും. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടേം ഇവാലുവേറ്റ് ചെയ്യാം അല്ലേ. ഞാൻ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാൻ പോകാം. അതിനുശേഷം നെക്സ്റ്റ് ഈ ടേം ഇവാലുവേറ്റ് ചെയ്യാം, ദാറ്റ് ഈസ് അതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഞാൻ ഈ ഒരു ഭാഗം ഇവാലുവേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 1/3 പുറത്തുണ്ട്, ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം 1/3 കൊണ്ട് ഇൻഡ് ചെയ്യാം അല്ലേ. ഞാൻ ഇത്രയും ബ്രാക്കറ്റിൽ എഴുതാൻ പോകും, ഇത്രയും ബ്രാക്കറ്റിൽ എഴുതി. ഓക്കെ, ദാറ്റ് ഈസ് ഫസ്റ്റ് ഈ ഒരു ടേം ഇന്റഗ്രേറ്റ് ചെയ്ത് പോവാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/4 cos x dx മൈനസ് ഇന്റഗ്രൽ 0 to π/4 cos x into sin square x dx. Okay, that is this equal to cos x ന്റെ ഇന്റഗ്രൽ, that is sin x. sin x ന് അപ്പർ ലിമിറ്റ് 0 to π/4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ പറ്റൂ. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? that's equal to sin x നമുക്ക് u എന്ന് കൊടുക്കാം, u equal to sin x. then എന്താണ് du divided by dx, that's equal to cos x, that is cos x എന്ന് വരും അല്ലേ. നമുക്ക് വേണ്ടത് dx ആണ്, that is dx equal to du divided by cos x എന്ന് കിട്ടി. എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് മാറ്റണം അല്ലേ. that is sin 0 മുതൽ sin π/4 വരെ പോകും, that is 1 divided by √2 വരെ പോകും. കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻ ടേംസ് ഓഫ് u ലേക്ക് മാറ്റി എഴുതാം. that is integral 0 to 1 divided by √2 cos x, next u square into dx, that is du divided by cos x. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം അല്ലേ. du divided by cos x, that is ഇവിടെ എന്ത് വരും sin π/4, that is 1 divided by √2 minus 0 എന്ന് വരും അല്ലേ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. നെക്സ്റ്റ് ഇവിടെ എന്ത് വരും u ക്യൂബ് by 3, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, that is 0 to 1 divided by √2. okay, that is this equal to എന്ത് വരും, just ചെറിയൊരു കാൽക്കുലേഷൻ, that is 1 divided by √2 മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. 1/3 ഇവിടെ നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലേ, 1/3 പുറത്തേക്ക് എടുക്കാം. ബാക്കി അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 divided by 2 √2 വരും. ലോവർ ലിമിറ്റ് എടുക്കുമ്പോഴോ that is 0 വരും അല്ലേ. that is this equal to 1 divided by √2 minus 1 divided by 6 √2 എന്ന് വന്നു അല്ലേ. ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. ഇതേപോലെ തെറ്റാണ് ശരിയാണെന്ന് വിചാരിക്കുന്നു, എവിടെയെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ പറയണം. നെക്സ്റ്റ് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സൈഡും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, ഈ ഒരു സൈഡ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. that is this equal to sin x, that is integral, ഇവിടെ ഇന്റഗ്രൽ ഉണ്ട് അല്ലേ, ഇന്റഗ്രൽ 0 to π/4, that is integral 0 to π/4 sin x dx minus integral 0 to π/4 sin x, next minus into cos square x dx. തൊട്ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ സെയിം മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. that is u equal to എന്ത് കൊടുക്കണം, cos x എന്ന് കൊടുക്കണം. then du divided by dx എന്ത് വരും, that is this equal to minus sin x dx എന്ന് വരും അല്ലേ. that is അല്ലെങ്കിൽ minus sin x എന്ന് വരും. therefore ഇവിടെ നമുക്ക് du ആണ് നമുക്ക് വേണ്ടത്, സോ അല്ലെങ്കിൽ dx ആണ് നമുക്ക് വേണ്ടത്. that is dx is equal to minus du divided by sin x എന്ന് വരും. ഇവിടെയും നമ്മൾ ലിമിറ്റ് മാറ്റണം അല്ലേ. യുടെ ലിമിറ്റ് എന്തായിരിക്കും, cos 0 മുതൽ അല്ലേ 0 to π/4 ആ. that is cos 0 മുതൽ നമ്മൾ എന്ത് ചെയ്യാം, cos 0 മുതൽ cos 0 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 1 അല്ലേ. that is cos 0 മുതൽ that is 1 to cos π/4, that is 1 divided by √2 അല്ലേ. ഇത്രയും ടേം നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഈ സെക്കൻഡ് ഇന്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, therefore ഒന്നാമത്തെ ടേം എന്ത് വരും, that is integral π/4, that is sin x ന്റെ എന്ത് വരും minus cos x വരും അല്ലേ. minus cos x 0 to π divided by 4, that is minus പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ വരും cos π/4, that is 1 divided by √2 minus 1 എന്ന് വരും അല്ലേ. that is this equal to 1 minus 1 divided by √2 എന്ന് കിട്ടി. അതേപോലെ സെക്കൻഡ് ഇന്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, that is ഞാൻ ഇവിടെ മൈനസ് എഴുതാൻ പോവാണ്, ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. ലിമിറ്റ് എന്താണ് 1 to √2, 1 divided by √2, that is sin x cos square x നെ നമുക്ക് എന്ത് എഴുതാം, that is u square എന്ന് എഴുതാം. dx പറഞ്ഞാൽ du divided by sin x, minus du divided by sin x. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം അല്ലേ. ബാക്കി മൈനസ് മൈനസ് എന്തായി പ്ലസ് ആയി. that is this plus integral 1 to 1 divided by √2 u square du എന്ന് സിമ്പിൾ ഫോമിലേക്ക് മാറി അല്ലേ.
ദാറ്റ് ഈസ് ഇത് ഈ ടേം ഞാൻ അതേപോലെ തന്നെ എഴുതാൻ പോകുന്നത് 1 മൈനസ് 1 ഡിവൈഡ് ബൈ റൂട്ട് 2 ഇവിടെ പ്ലസ് ആണ് അല്ലേ, ഇവിടെ പ്ലസ് ആണ്. നെക്സ്റ്റ് യു ക്യൂബ് ഡിവൈഡ് ബൈ 3 അപ്പർ ലിമിറ്റ് ലോ ലിമിറ്റും 1 to 1 ഡിവൈഡ് ബൈ റൂട്ട് 2 അല്ലേ. അപ്പർ ലിമിറ്റ് ലോ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ദാറ്റ് ഈസ് 1 മൈനസ് 1 ഡിവൈഡ് ബൈ റൂട്ട് 2. നെക്സ്റ്റ് ഇവിടെ എന്ത് വരും, തൊട്ട് മുന്നത്തെ പോലെ പ്ലസ് 1 ഡിവൈഡ് ബൈ 2 റൂട്ട് 2 ഇൻറ്റു 3 1/3 ഉണ്ട് അല്ലേ. ദാറ്റ് ഈസ് 1/3 ഞാൻ പുറത്ത് എഴുതി. ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 മൈനസ് 1 ഡിവൈഡ് ബൈ റൂട്ട് 2. 1 minus 1 divided by root 2. Next plus 1 divided by 6 root 2. Next minus 1/3 എന്ന്. ഇത്രയും ടേം വന്നു അല്ലേ. ദാറ്റ് ഈസ് ഇതൊരു ടേം. നെക്സ്റ്റ് ഇതൊരു ടേം. നമുക്ക് എന്താ വേണ്ടത്, ദാറ്റ് ഈസ് 1/3. നമ്മുടെ കംപ്ലീറ്റ് ആൻസർ എന്താണ്, ദാറ്റ് ഈസ് 1/3 ഇൻറ്റു അല്ലേ 1/3 ഇൻറ്റു 1 divided by root 2 minus 1 divided by 6 root 2. നെക്സ്റ്റ് മൈനസ് അല്ലേ, ഏത് മൈനസ് ആണ് ഇത്, നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. ഇത് 1/3 പുറത്തുണ്ട്, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു മൈനസ്. നെക്സ്റ്റ് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. കിട്ടിയിട്ടുള്ള ആൻസർ എന്ത് ചെയ്യാം, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 1 മൈനസ് 1 ഡിവൈഡ് ബൈ റൂട്ട് 2 പ്ലസ് 1 ഡിവൈഡ് ബൈ 6 റൂട്ട് 2 മൈനസ് 1/3 അല്ലേ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു റൂട്ട് 2 മൈനസ് 1 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 18 റൂട്ട് 2 അല്ലേ. അതേപോലെ നമുക്ക് ഇവിടെ 1/3 അകത്തോട്ട് ഗുണിക്കണം അല്ലേ. ദാറ്റ് ഈസ് മൈനസ് 1 ഡിവൈഡ് ബൈ 3 വരും. നെക്സ്റ്റ് ഇവിടെ മൈനസ് മൈനസ് പ്ലസ്, ദാറ്റ് ഈസ് പ്ലസ് 1 ഡിവൈഡ് ബൈ 3 റൂട്ട് 2 എന്ന് വരും. നെക്സ്റ്റ് ദാറ്റ് ഈസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ് 1 ഡിവൈഡ് ബൈ 18 റൂട്ട് 2 എന്ന് വരും. നെക്സ്റ്റ് ഇവിടെ മൈനസ് മൈനസ് പ്ലസ് അല്ലേ, ദാറ്റ് ഈസ് പ്ലസ് 1 ഡിവൈഡ് ബൈ 9 എന്ന് വരും. നമുക്ക് കോമൺ ഡിനോമിനേറ്റർ ആക്കണം അല്ലേ. കോമൺ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ദാറ്റ് ഈസ് ഓരോ ഇവിടെ താഴെ ഏതാണ് റൂട്ട് 2 എല്ലായിടത്തും കൊണ്ടുവരാം അല്ലേ. ഇവിടെ റൂട്ട് 2 ഇല്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ റൂട്ട് 2 കൊണ്ട് ഗുണിച്ചു. കറസ്പോണ്ടിങ് മുകളിലും റൂട്ട് 2 കൊണ്ട് ഗുണിച്ചു. അതേപോലെ ഇവിടെയും റൂട്ട് 2 ഇല്ല, അതുകൊണ്ട് ഞാൻ ഇവിടെയും റൂട്ട് 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഡിനോമിനേറ്റർ എല്ലാ സ്ഥലത്തും റൂട്ട് 2 കോമൺ ആയി. ഇനി കോമൺ ഡിനോമിനേറ്റർ വരാൻ വേണ്ടിയിട്ട് ഇവിടെ 18 ഉണ്ട് അല്ലേ. എല്ലാ ടേമിനെയും 8ലേക്ക് മാറ്റാം. ഒന്നാമത്തെ ടൈമിന് എന്തുകൊണ്ട് ഗുണിക്കേണ്ടി വരും, 6 കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ 6 കൊണ്ട് ഗുണിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ 6 ഡിവൈഡ് ബൈ 18 റൂട്ട് 2 ആയി. മൈനസ് ഇവിടെ ആൾറെഡി എന്താണ്, ദാറ്റ് ഈസ് 18 റൂട്ട് 2 ആണ്. ഇനി ഇവിടെയോ മൈനസ്, ഇവിടെയും 6 കൊണ്ട് ഗുണിക്കേണ്ടി വരും. ദാറ്റ് ഈസ് 6 റൂട്ട് 2 ഡിവൈഡ് ബൈ 18 റൂട്ട് 2 എന്ന് വരും. നെക്സ്റ്റ് ഇവിടെ 6 ഡിവൈഡ് ബൈ 18 റൂട്ട് 2. നെക്സ്റ്റ് മൈനസ് 1 ഡിവൈഡ് ബൈ 18 റൂട്ട് 2. നെക്സ്റ്റ് പ്ലസ് ഇവിടെയും 2 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. 2 ഡിവൈഡ് ബൈ 18 റൂട്ട് 2 കോമൺ ഡിനോമിനേറ്റർ ആയി അല്ലേ. കോമൺ ഡിനോമിനേറ്റർ ആയി നമുക്ക് എന്ത് ചെയ്യാം, ഡിനോമിനേറ്റർ ഒന്നിച്ച് എഴുതാം, ന്യൂമറേറ്റർ ചെയ്താൽ മതി അല്ലേ. 6 മൈനസ് 1 പ്ലസ് 6 മൈനസ് 1 ഞാൻ എന്ത് ചെയ്തു, റൂട്ട് 2 അല്ലാത്ത ടേമൊക്കെ ഫസ്റ്റ് എഴുതി. പിന്നെ എന്തുണ്ട്, മൈനസ് 6 റൂട്ട് 2 പ്ലസ് 2 റൂട്ട് 2 ഡിവൈഡഡ് ബൈ താഴെ 18 റൂട്ട് 2 ആയി അല്ലേ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു എന്ത് വരും, 6 plus 6 that's equal to 12. 12 minus 2 that's equal to 10 minus ഇവിടെ എന്ത് വരും 4 root 2 എന്ന് വരും അല്ലേ. മൈനസ് 4 root 2 divided by 18 root 2 അല്ലേ. റൂട്ട് 2 കോമൺ ആണ് അല്ലേ. ഇതിനെ 10 നമുക്ക് എന്ത് ചെയ്യാം, 5 into 2 എഴുതി കൂടെ. that is 5 into 2 minus 4 root 2 divided by 18 root 2 ആണ്. എന്താ 2 പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 2 into റൂട്ട് 2 ആണ് 2 അല്ലേ. അപ്പോൾ റൂട്ട് 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും, 5 റൂട്ട് 2 മൈനസ് 4 ഡിവൈഡഡ് ബൈ 18 റൂട്ട് 2 എന്ന് കിട്ടി അല്ലേ. 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം, 2 ക്യാൻസൽ ചെയ്യാം, ബാക്കി എന്ത് വരും 5 റൂട്ട് 2 മൈനസ് 4 ഡിവൈഡഡ് ബൈ 18. ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക, ആൻസർ ശരിയാണെന്ന് ചെക്ക് ചെയ്യാം. therefore നമുക്ക് 3 ഡാറ്റ കിട്ടി അല്ലേ. എന്താ കിട്ടി, m ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എം വൈ കഴിഞ്ഞ ക്ലാസ് എം വൈ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, പൈ മൈനസ് 2 ഡിവൈഡ് ബൈ 16 കിട്ടിയിട്ടുണ്ടായിരുന്നു. എം എക്സ് നമുക്ക് കിട്ടി, എം എക്സ് ഈക്വൽ ടു 5 റൂട്ട് 2 മൈനസ് 4 ഡിവൈഡ് ബൈ 18. therefore കോർഡിനേറ്റ് എന്ത് വരും, കോർഡിനേറ്റ് എക്സ് ബാർ ഈക്വൽ ടു എന്താണ് എം വൈ ഡിവൈഡ് ബൈ എം. അതുപോലെ തന്നെ വൈ ബാർ ഈക്വൽ ടു എം എക്സ് ഡിവൈഡ് ബൈ എം ആയിരുന്നു അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ദാറ്റ് ഈസ് എം വൈ ഈക്വൽ ടു 5 minus 2 divided by
16 divided by 1 divided by 4. That is this equal to എങ്ങനെ ചെയ്യാം? pi minus 2 divided by 16 into ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത് ഗുണിക്കാം. That is 4 cancel ചെയ്യാം. That's equal to answer pi minus 2 divided by 2. ഇനി ഇതെങ്ങനെ ചെയ്യാം? That is mx നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? That is 5 root 2 minus 4 divided by 18 all divided by 1 divided by 4. That's equal to 5 root 2 minus 4 divided by 18 into 4 into 1. അല്ലേ? ഇവിടെയും നമുക്ക് 2 മൈനസ് ചെയ്യാം. 2 ക്യാൻസൽ ചെയ്യാം. That is ഇവിടെ 2 ഇവിടെ എന്ത് വരും? That is equal to 9 എന്ന് വരും. That is answer എന്താണ്? That is 10 root 2 minus 8 divided by 9. അല്ലേ? That is x bar കിട്ടി, y bar കിട്ടി. Therefore coordinate എന്താണ്? Center of mass pi minus 2 divided by 2. Next 10 root 2 minus 8 divided by 9. ഇതാണ് complete answer. Okay. Next question. ടെക്സ്റ്റ് ബുക്കിലെ ആൻസറുമായി ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യണം, ശരിയാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ലേ? ഐ എക്സ് അല്ലേ? ഐ എന്നാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഫൈൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ about the x-axis of the lamina as the shape of the region bounded by the graphs y equal to x square. നമുക്ക് തന്നിട്ടുണ്ട്, ഞാൻ കംപ്ലീറ്റ് എഴുതുന്നില്ല, റഫ് ആയിട്ട് എഴുതാം. ഫൈൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ about the x-axis of the lamina that has the shape of the region bounded by the graph of y equal to x square and y equal to root x. നമുക്കിവിടെ ശരിക്കും എഴുതാം, y equal to x square and y equal to root x. Having the density function rho of xy തന്നിട്ടുണ്ട്, rho of xy equal to x square. ഓക്കെ, എങ്ങനെ evaluate ചെയ്യാം? നമുക്കറിയാം about the x-axis ആണെങ്കിൽ moment of inertia about the x-axis ആണെങ്കിൽ എന്താ equation? That is ix equal to double integral over r y square rho of xy dA ആണ് അല്ലേ? അതേപോലെ about the x-axis ആണെങ്കിലോ, that is about the y-axis ആണെങ്കിലോ, that is iy equal to double integral over r x square into rho of xy dA. അല്ലേ? ഇതാണ് രണ്ട് ഇക്വേഷൻ. ഇവിടെ ചോദിച്ചുള്ളത് about the x-axis ആണ്, that is ix കണ്ടുപിടിച്ചാൽ മതി അല്ലേ? iy കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ix കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം നമുക്ക് റീജിയൻ നോക്കാം. ഇവിടെ റീജിയൻ അറിയാതെ നമുക്ക് ഇന്റഗ്രൽ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. therefore ix നമ്മൾ y എന്താണ്? y equal to x square ഏതാ ഗ്രാഫ്? ഇതാണ് y equal to x square അല്ലേ? ഇതാണ് y equal to x squareന്റെ ഗ്രാഫ്. y equal to root x ഓ? രണ്ട് സൈഡിൽ നിന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? x equal to y square ആയി അല്ലേ? x equal to y square എന്താണ്? ഇതാണ് x equal to y square. therefore ഇവിടെ y equal to root x പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ y equal to root x ചെയ്ത് y equal to minus root x പറഞ്ഞാൽ ഇതാ. അപ്പോൾ നമ്മുടെ റീജിയൻ ഇതാണ് y equal to root x. പഠിച്ചു വെക്കുക, ഇതാണ് y equal to root x, ഇതാണ് x. അപ്പോൾ ഇത് രണ്ടും മോണിയർ റീജിയൻ പറഞ്ഞാൽ ഇതാ അല്ലേ? ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന ഭാഗം ഏതായിരിക്കും? ഈ ഒരു ഭാഗം ഈ രണ്ട് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എക്സിന്റെ ലിമിറ്റ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് രണ്ടും സോൾവ് ചെയ്താൽ മതി അല്ലേ? y equal to x ഉം y equal to root x ഉം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ y equal to x square y equal to root x, ഇത് രണ്ട് സ്ക്വയർ ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു? x square equal to root x ആയി അല്ലേ? രണ്ട് സൈഡ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാലോ x raised to 4 equal to x ആയി അല്ലേ? that is x raised to 4 minus x equal to 0. that implies x into x cube minus 1 equal to 0 അല്ലേ? that implies x equal to 0 വരും. അപ്പോൾ x cube minus 1 equal to 0 വരിക, x equal to 1 ലാ വരിക അല്ലേ? റിയൽ നമ്പർ x equal to 1 ലാ വരിക അല്ലേ? therefore നമുക്ക് വാല്യൂസ് കിട്ടി, x 0 x equal to 1 കറസ്പോണ്ട് y എന്തായാലും y equal to 0 and y equal to 1. അപ്പോൾ ഈ ഒരു പോയിന്റ് ഏതാ? 1 1 എന്ന പോയിന്റ് ആണ്, ഇത് 0 0 എന്ന പോയിന്റ്.
ഇനി നമുക്ക് ലിമിറ്റ് എഴുതാം. എക്സ് വാരി ചെയ്യുന്നത് 0-ൽ നിന്ന് 1 വരെ അല്ലേ. വൈയോ താഴത്തെ കർവ് ഏതാണോ ആ കർവിൽ നിന്ന് മുകളിലത്തെ കർവ് വരെ. ദാറ്റ് ഈസ് വൈയുടെ ലിമിറ്റ് താഴത്തെ കർവ് ഏതാ എക്സ് സ്ക്വയർ അല്ലേ. എക്സ് സ്ക്വയറിൽ നിന്ന് മുകളിലത്തെ കർവ് y ഈക്വൽ ടു റൂട്ട് എക്സ്. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ടു റൂട്ട് എക്സ് വരെ. ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. കാരണം എല്ലാ ഡാറ്റയും നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ. ഓക്കെ. അതേപോലെ ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്തായിരുന്നു ഡെൻസിറ്റി ഫംഗ്ഷൻ? റോ ഓഫ് എക്സ് വൈ നമുക്ക് തന്നിട്ടുണ്ട്. റോ ഓഫ് എക്സ് വൈ ദാറ്റ്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലേ. therefore ix ഈക്വൽ ടു ഇക്വേഷൻ കൂടി റീറൈറ്റ് ചെയ്യാം. ix ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ r y സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു റോ ഓഫ് എക്സ് വൈ. സോറി, റോ ഓഫ് എക്സ് വൈ ആണ് എന്ത് എക്സ് സ്ക്വയർ അല്ലേ. ഡി എക്സ് ഡി വൈ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ y സ്ക്വയർ എക്സ് സ്ക്വയർ ഡി എക്സ് ഡി വൈ. ലിമിറ്റ് എങ്ങനെ എഴുതാം? എക്സിന്റെ ലിമിറ്റ് 0 മുതൽ 1 വരെ, വൈയുടെ ലിമിറ്റ് എക്സ് സ്ക്വയർ മുതൽ റൂട്ട് എക്സ് വരെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ചെയ്യേണ്ട മുന്നേ ലിമിറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. ഇവിടെ കോൺസ്റ്റന്റ് ലിമിറ്റ് ആണ് അകത്തുള്ളത്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ടു റൂട്ട് എക്സ്. നെക്സ്റ്റ് വൈ സ്ക്വയർ എക്സ് സ്ക്വയർ ഡി വൈ ഡി എക്സ് എന്ന് എഴുതേണ്ടി വരും. ഓക്കെ. ദാറ്റ് ഈക്വൽ ടു ഇവിടെ വിത്ത് റെസ്പെക്ട് ടു y ആണ് ചെയ്യുന്നത്. therefore ഫസ്റ്റ് എക്സ് സ്ക്വയർ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ടു റൂട്ട് എക്സ്. എക്സ് സ്ക്വയർ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതി. ബാക്കി y സ്ക്വയർ ഡി വൈ ഡി എക്സ് ആയി അല്ലേ. ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു y ആ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ക്യൂബ് ബൈ 3 അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും എക്സ് സ്ക്വയർ ടു റൂട്ട് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ. 1/3 നമുക്ക് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 1/3 ഇൻറ്റു ഇന്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഇൻറ്റു ഫസ്റ്റ് റൂട്ട് എക്സ് ഹോൾ ക്യൂബ് എന്ത് വരും? ദാറ്റ് ഈസ് റൂട്ട് എക്സ് ഇൻറ്റു എക്സ് വരും അല്ലേ. മൈനസ് ഇവിടെ എക്സ് സ്ക്വയർ ഹോൾ ക്യൂബ് ദാറ്റ് ഈസ് എക്സ് റേസ് ടു 6 എന്ന് വരും ഇൻറ്റു ഡി എക്സ്. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 1/3. ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 1 എക്സ് ക്യൂബ് റൂട്ട് എക്സ് മൈനസ് എക്സ് റേസ് ടു 8 ഇൻറ്റു ഡി എക്സ്. നമുക്ക് എക്സ് ക്യൂബ് റൂട്ട് എക്സ് ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് പവർ 1/2 എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് എക്സ് പവർ 3 പ്ലസ് 1/2 എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? ദാറ്റ്സ് ഈക്വൽ ടു 7/2 എന്ന് വരും അല്ലേ. എക്സ് പവർ 7/2. therefore നമുക്ക് എക്സ് പവർ 7/2 മൈനസ് എക്സ് പവർ 8 ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 1/3 ഇൻറ്റു എക്സ് പവർ 7/2 ദാറ്റ് ഈസ് 7/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 7/2 പ്ലസ് 1 മൈനസ് എക്സ് പവർ 9/9 അല്ലേ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 1/3 ഇൻറ്റു എക്സ് പവർ അപ്പർ ലിമിറ്റ് ലോവർ 0 to 1 നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കാം. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 7/2 പ്ലസ് 1 എന്ന് വരും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 9/2 എന്ന് വരും അല്ലേ. മൈനസ് 1/9. ഇതാണ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. കാരണം ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് 1 മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 1/3 ഇൻറ്റു ഇവിടെ എന്ത് വരും? 2/9. ഇതിന്റെ നേരെ റെസിപ്രോക്കൽ വരും അല്ലേ. 2/9 മൈനസ് 1/9 അല്ലേ. ദാറ്റ് ഈക്വൽ ടു കോമൺ ഡിനോമിനേറ്റർ ആണ്. therefore നമുക്ക് എങ്ങനെ എഴുതാം? 2 minus 1 that's equal to 1. 1/3 into 1/9 എന്ന് വരും. that is equal to 1/27. that is Ix moment of inertia about the x axis equal to 1/27. ടെക്സ്റ്റ് ബുക്കിലെ ആൻസറുമായി ജസ്റ്റ് കമ്പയർ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് മൊമെന്റ് ഇനേർഷ്യ അബൌട്ട് ദി y axis. y ആക്സിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ തന്നിട്ടുണ്ട്. ഓഫ് ദി ഹോമോജീനിയസ് സർക്കുലർ ഡിസ്ക് റേഡിയസ് r മാസ് m. ദാറ്റ് ഈസ് ഒരു സർക്കുലർ ഡിസ്ക് ആണ് നമുക്ക് തന്നുള്ളത് അല്ലേ. സർക്കുലർ ഡിസ്ക് ആണ് നമുക്ക് തന്നുള്ളത്. ഹോമോജീനിയസ് ആണ്, എല്ലാ പോയിന്റിലും സെയിം ഡെൻസിറ്റി ആണ് തന്നിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഈസ് മാസ് തന്നിട്ടുണ്ട്. റേഡിയസ് r ആണെങ്കിൽ ഇതിന്റെ ഏരിയ എന്താണ്? ഏരിയ ഈക്വൽ ടു പൈ r സ്ക്വയർ ആണ്. അപ്പോൾ ഡെൻസിറ്റി എന്തായിരിക്കും? മാസ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിലെ മാസാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലേ. therefore m divided by m r സ്ക്വയർ ആയിരിക്കും ഡെൻസിറ്റി. ഓക്കെ. സോറി m പൈ r സ്ക്വയർ. അപ്പോൾ ഇവിടെ റേഡിയസ് r ഞാൻ
നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ Ix equal to momentum of inertia about the y axis, about the y axis ആണ് അല്ലേ, y ആണ് കണ്ടുപിടിക്കേണ്ടത്. Therefore double integral over r x square into rho of xy dA അല്ലേ, that is this equal to, ഇവിടെ പോളാറിലേക്ക് മാറ്റുന്ന ഏറ്റവും സിമ്പിൾ, കാരണം സർക്കിൾ ആണ്, നമുക്ക് ഈ കംപ്ലീറ്റ് ഈ റീജിയനിലെ കംപ്ലീറ്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. ആർ പറഞ്ഞ സർക്കിളാണ്, അതുകൊണ്ട് പോളാറിലേക്ക് മാറ്റുമ്പോൾ അവിടെയും ഒരു ഡി ആർ പറഞ്ഞ വേരിയബിൾ ഉണ്ട്. ഇവിടെ സർക്കിളിന്റെ റേഡിയസ് മാറായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടുത്തെ റേഡിയസിനെ എ എന്ന് ഡിനോട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആയിരുന്നു, ആർ സ്ക്വയർ ആയിരുന്നു. പോളാറിലേക്ക് മാറ്റുമ്പോൾ അവിടെയും ഒരു ആർ വരുന്നത് കൊണ്ട് ഇവിടുത്തെ ആറിനെ ജസ്റ്റ് എ ആക്കി മാറ്റും. ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. Therefore നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് x ഈക്വൽ ടു r cos θ എന്ന് എഴുതേണ്ടി വരും അല്ലേ. ദാറ്റ് ഈസ് റോ ഓഫ് എക്സ് വൈ നമുക്ക് തന്നിട്ടുണ്ട്, m ഡിവൈഡ് ബൈ പൈ a സ്ക്വയർ എന്ന് എഴുതേണ്ടി വരും അല്ലേ. റോ ഈക്വൽ ടു m ഡിവൈഡ് ബൈ പൈ a സ്ക്വയർ എന്ന് എഴുതേണ്ടി വരും. കംപ്ലീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഡബിൾ ഇന്റഗ്രൽ r സ്ക്വയർ cos സ്ക്വയർ θ, നെക്സ്റ്റ് റോ ഓഫ് എക്സ് വൈ, rho of xy, that is m into m divided by pi a square, next r into dr d theta അല്ലേ. r എവിടുന്ന വാരി ചെയ്യുന്നത്, 0 മുതൽ a വരെ, 0 to a, നെക്സ്റ്റ് തീറ്റ 0 to 2 വരെ വാരി ചെയ്യുന്നു. നേരെ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏതൊക്കെ കോൺസ്റ്റന്റ്, ഇത്രയും കോൺസ്റ്റന്റ് ആണ് അല്ലേ. ദാറ്റ് ഈസ് അത് ഞാൻ പുറത്തേക്ക് എടുത്തു, m divided by pi a square പുറത്തേക്ക് എടുത്തു. ബാക്കി എന്തൊക്കെ ഉണ്ട്, ഇന്റഗ്രൽ 0 to 2 ഇന്റഗ്രൽ 0 to a r സ്ക്വയർ cos സ്ക്വയർ തീറ്റ r അല്ലേ, ഇൻറ്റു r ഉണ്ട്, ദാറ്റ് ഈസ് r ക്യൂബ് dr d തീറ്റ എന്ന് എഴുതി. ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു r ചെയ്യുന്നത് കൊണ്ട് ഇതിനെ ഇങ്ങോട്ട് എഴുതാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു m ഡിവൈഡഡ് ബൈ pi a സ്ക്വയർ ഇന്റഗ്രൽ 0 to 2 നെക്സ്റ്റ് ഇവിടെ r വിത്ത് റെസ്പെക്ട് ടു r ചെയ്യുമ്പോൾ r raised to 4 divided by 4 എന്ന് വരും അല്ലേ. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും 0 to a, നെക്സ്റ്റ് cos സ്ക്വയർ തീറ്റ ഇൻറ്റു d തീറ്റ, വളരെ സിമ്പിൾ ഫോമിലേക്ക് മാറി. ദാറ്റ് ഈസ് ഇതിനെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ a raised to 4 divided by 4 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് എന്ത് എഴുതാം, m a raised to 4 divided by pi ഇൻറ്റു a raised to a സ്ക്വയർ ഇൻറ്റു 4 എന്ന് എഴുതി അല്ലേ. ഇതിനെ കൂടി പുറത്തേക്ക് എടുത്തു എന്നുള്ളൂ. m ഡിവൈഡ് ബൈ പൈ a സ്ക്വയർ ഉണ്ട്, ഇതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തത് a raised to 4 divided by 4 പുറത്തേക്ക് എടുത്തു. ബാക്കി സിമ്പിൾ ഇന്റഗ്രൽ 0 to 2 cos സ്ക്വയർ തീറ്റ d തീറ്റ. ദാറ്റ് ഈസ് ഇവിടെ ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം, ഒരു 4 ഇവിടെ a raised to a സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്, m a സ്ക്വയർ ഡിവൈഡ് ബൈ 4 ബാക്കി ഇവിടെ cos സ്ക്വയർ തീറ്റ, എപ്പോഴും പറയുന്നുണ്ട് cos സ്ക്വയർ തീറ്റ എങ്ങനെ കൺവേർട്ട് ചെയ്യാം. cos 2 തീറ്റ പറഞ്ഞു കഴിഞ്ഞാൽ 2 cos സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2 cos സ്ക്വയർ തീറ്റ മൈനസ് 1 ആണ്. ഫ്രം ദിസ് cos സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ 2 cos സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് cos 2 തീറ്റ എന്നായി. ദാറ്റ് ഈസ് cos സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് cos 2 തീറ്റ ഡിവൈഡ് ബൈ 2 അല്ലേ. ദാറ്റ് ഈസ് ഇവിടെ എന്തായി, ഇന്റഗ്രൽ 0 to 2 1 പ്ലസ് cos 2 തീറ്റ ഡിവൈഡ് ബൈ 2 അല്ലേ. ഇന്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു, ഇതെല്ലാം ഇത്തിരി ലെങ്ത് ആയതുകൊണ്ടാണ് ഇത്രയും ടൈം പോകുന്നത്. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു m സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, 1 ദാറ്റ് ഈസ് തീറ്റ പ്ലസ് 1/2 ഞാൻ പുറത്തേക്ക് എഴുതി, ബാക്കി തീറ്റ പ്ലസ് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് എഴുതായിരുന്നു അല്ലേ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. ദാറ്റ് ഈസ് തീറ്റ പ്ലസ് cos 2 തീറ്റ, ദാറ്റ് ഈസ് sin 2 തീറ്റ ബൈ 2 എന്ന് വരും അല്ലേ. sin 2 തീറ്റ ഡിവൈഡ് ബൈ 2 വരും. നെക്സ്റ്റ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും, ദാറ്റ് ഈസ് 0 to 2 ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു m a സ്ക്വയർ ഡിവൈഡ് ബൈ 4 ബാക്കി അപ്പർ ലിമിറ്റ് 1/2 നമുക്ക് പുറത്തേക്ക് എഴുതാം. ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ 8 എന്നായിരിക്കും. അപ്പോൾ 1 ഡിവൈഡ് ബൈ m a സ്ക്വയർ ഡിവൈഡ് ബൈ 8 നെക്സ്റ്റ് തീറ്റ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 2 പ്ലസ് ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 വരും അല്ലേ. ദാറ്റ് ഈസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇതും 0 വരും. ദാറ്റ് ഈസ് ഇൻറ്റു 2 വരും. അപ്പോൾ തൊട്ട് മുന്നത്തെ 2 ക്യാൻസൽ ചെയ്യായിരുന്നു അല്ലേ. ദാറ്റ് ഈസ് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. അതേപോലെ തന്നെ ഇവിടുത്തെ 2 ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 4 വരും. എന്താണ് ആൻസർ കിട്ടിയത്, ദാറ്റ് ഈസ് m സ്ക്വയർ ഡിവൈഡ് ബൈ 4. ഓക്കെ, m സ്ക്വയർ ഡിവൈഡ് ബൈ 4 എന്ന് ആൻസർ കിട്ടി. ഇവിടെ നമ്മൾ a എന്നുള്ളത് എന്തായിരുന്നു, 6 ആയിരുന്നു. നമ്മുടെ ഫൈനൽ ആൻസർ എന്തായിരിക്കും, വേർ
A equal to R. Therefore, final answer, that is Ix. അല്ലേ? Ix ആയിരുന്നു അല്ലേ? Momentum about the y-axis ആണ്, Iy ആണ്. That is Iy equal to mr square divided by 4. ഇതാണ് complete answer. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.